ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ദഗിയെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, നമ്മുടെ എക്സാമിങ് അടുത്തെത്തിയില്ലേ. അപ്പോൾ നോക്കൂ, ആവോ ഏക്ക് നയി ദുനിയ ബനായി അല്ലേ, ഒരു ഏക്ക് നയി ദുനിയ ബനായി എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഇവിടെ സബക്ക് നാം ഏക്ക് നയി ദുനിയ ബനായി, ഒരു പുതിയ ലോകം പണിയാം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് ഈ കവിതയുടെ ആശയം? देखिए आवो एक दुनिया बनाए हम नहीं, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് एक नए दुनिया बनाए, ഒരു പുതിയ ലോകം പണിയാം. കവി പറയാണ് ജിസ്മേ ഹോ ആസൂദഗി ഔർ ദിൽഖുഷ്, അവിടെ എന്താണ് വളരെയധികം ആശ്വാസവും ദിൽഖുഷ് സന്തോഷവും നിറഞ്ഞതാകട്ടെ. അവർ ബായോം കി തര സബ് മിൽക്കർ രഹീം, നമുക്ക് എല്ലാവർക്കും സഹോദരനെ പോലെ എന്താണ് ബായോം കി തര സബ് മിൽക്കർ രഹീം, ഒരുമിച്ച് വസിക്കാം. ഇഹ്തിറാം ഏക് ദൂസരേക്ക് ഹം കരേ, നമുക്ക് ഓരോ ആളുകളെയും മറ്റുള്ളവർക്ക് ഓരോ വ്യക്തിക്കും മറ്റൊരാളെ ബഹുമാനിക്കാം. ഇഹ്തിറാം ഏക് ദൂസരേക്ക് ഹം കരേ, നമുക്ക് ബഹുമാനത്തോടു കൂടി മുമ്പോട്ട് പോകാം. ഇങ്ങനെ മനോഹരമായിട്ട് അർത്ഥം വരുന്ന വരികളാണ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഈണത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആവോ ഏക് ദുനിയാ ബനായേ ഹം നഹീ ഇസ്മേ ഹോ ആസൂദഗി ഔർ ദിൽഖുഷി. അപ്പോൾ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരി ഒന്ന് സെലക്ട് ചെയ്ത് സാർ. ഇതാണ് നഫ്രത്തോം സേ പാക്ക് ഹോ അപ്നി ജമീൻ, നഫ്രത്തോം സോ പാക്ക് ഹേ അപ്നി ജമീൻ, വെറുപ്പിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്നൊക്കെ എന്താണ് ശുദ്ധമാക്കപ്പെട്ടതാകട്ടെ അപ്നി ജമീൻ, നമ്മുടെ ഭൂമിയെ. ഓക്കെ, അതുപോലെ ഹോ രവാദാരിക്ക മസ്ലക്കാർക്കെയും, ഇത്തരത്തിലുള്ള സന്ദേശം എല്ലായിടത്തും എത്തിച്ചേരട്ടെ എന്ന് കവി പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയിലുള്ള വരികളും ആശയങ്ങളും നൽകിയിരിക്കുന്ന ഒരു കവിതയാണ് വജാഹത്ത് അലി സന്ദൽവി എഴുതിയിട്ടുള്ള ഈ ഒരു നസം. അപ്പോൾ ഇത് എഴുതിയ കവിയുടെ പേര് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. एक नई दुनिया नज़म किसने लिखा? വജാഹത്ത് അലി സന്ദൽവിയാണ്. ഇവിടുന്ന് വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യം വരും കേട്ടോ. देखिए, ഇവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇസ് നസം മേ ഷായർ ക്യാ ബയാൻ കർത്താ ഹേ, ഈ ഒരു നസമിൽ, ഈ ഒരു കവിതയിൽ ഷാഹിർ ക്യാ ബയാൻ കർത്താ, എന്താണ് കവി വിവരിക്കുന്നത് എന്നുള്ള ചോദ്യം. ഓക്കെ, നസം കാ പൈആം ക്യാ ഹേ, നസമിൻ്റെ പൈആം സന്ദേശം ക്യാ ഹേ, എന്താകുന്നു. അപ്നെ ഖയാലാത്ത് ലിഖിയേ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആശയം എഴുതിയാലും. ഇനി ഇതിൽ ഏത് വരി നൽകിയിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു പോയിന്റിലോട്ട് എത്തിച്ചേർന്നാൽ മതി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ആശയം ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? എന്താണ് അതിൻ്റെ പൈആം? നസം അമൻ, സമാധാനം. വെരി ഇമ്പോർട്ടൻ്റ്. ഈ നസം നൽകുന്നത് അമൻ, സമാധാനം, അതുപോലെ മുഹബത്ത്, സ്നേഹം, ബാഹിചാരെ, സാഹോദര്യം, ഔർ ഉഷ് ഹാലി, എന്താണ് സന്തോഷം, ഐക്യം എന്നൊക്കെ പൈആം ദത്തിയെ, നമുക്ക് സന്ദേശം പൈആം ദത്തിയെ നൽകുന്നു. ഈ നസമിലൂടെ സമാധാനം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദേശം എന്താണ്? പൈആം, അമൻ, സമാധാനം, അതുപോലെ മുഹബത്ത്, സ്നേഹം, ബാഹിചാരെ, സാഹോദര്യം, ഹുഷ് ആലി, എന്താണ് നമ്മൾ സമൃദ്ധി എന്നൊക്കെ പറയില്ലേ, എന്താണ് ഐശ്വര്യം നിറഞ്ഞ പൈആം ദത്തിയെ, സന്ദേശം നൽകുന്നു. ഓക്കെ, ഐശ്വര്യത്തിൻ്റെ പൈആം ദത്തിയെ, സന്ദേശം നൽകുന്നു. ഇസ് നസമേ, ഇനി നിങ്ങൾ എഴുതണം, ഇസ് നസമേ ഷാഹിർ കഹ്താ ഹേ, കവി പറയുന്നു കെ എന്തെന്നാൽ ഹമേം നഫ്രത്ത് നെഹി കർണാ ചാഹിയെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും വെറുക്കാൻ പാടില്ല. നഫ്രത്ത് നെഹി കർണാ ചാഹിയെ സബ്കെ സാത്ത്, എല്ലാവരോടും കൂടെ, സബ്കെ സാത്ത്, എല്ലാവരോടും കൂടെ, മുഹബത്ത്, സ്നേഹത്തോടു കൂടെ, അമൻ സേ, സമാധാനത്തോടു കൂടെ, സേ കൊണ്ട്, കൂടെ എന്നൊക്കെ പറയല്ലേ, അമൻ സേ രഹ്ന ചാഹിയ, സമാധാനത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം, താമസിക്കണം. രഹ്ന ചാഹിയെ, നമ്മൾ കഴിഞ്ഞുകൂടണം. എങ്ങനെയാണ്? സബ്കെ സാത്ത്, എല്ലാവരോടെയും കൂടെ, മുഹബത്ത്, സ്നേഹത്തോടു കൂടെയും, അമൻ സേ, സമാധാനത്തോടു കൂടെ എന്ത് ചെയ്യണം, രഹ്ന ചാഹിയെ, വസിക്കണം. സബ് ഏക് ദൂസരേക്ക് ഇസ്സത്ത് കരേം, നമ്മൾ ഓരോ വ്യക്തികളും ദൂസരേക്ക്, മറ്റൊരാളെ എന്ത് ചെയ്യണം, ഇസ്സത്ത് കരേ, ബഹുമാനിക്കണം. ഷാഹിർ ചാഹ്താ ഹേ, കവി ആഗ്രഹിക്കുന്നു കെ എന്തെന്നാൽ ദുനിയാമേ സബ് ഖുഷ് രഹീം, എല്ലാവരും സന്തോഷിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ഔർ ആപസ് മേ പരസ്പരം ജഗഡ നഹോ, പരസ്പരം കലഹിക്കരുതെന്നും ആക്രമിക്കരുതെന്നും കവി ഇവിടെ ആഗ്രഹിക്കുന്നു. പരസ്പരം ജഗഡ നഹോ, പരസ്പരം ജഗഡ, എന്താ ചെയ്യുക, ആക്രമിക്കരുത്, നഹോ, ആക്രമിക്കരുതെന്ന് കവി ഇവിടെ ആഗ്രഹിക്കപ്പെടുകയാണ്. ഇതാണ് ഒന്നാമത്തെ
ചാപ്റ്ററിലെ നസമിൻ്റെ ടോട്ടൽ ആശയം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. നിങ്ങളോട് ചോദിക്കും ഈ നസമിൻ്റെ പൈആം എന്താണെന്ന് ചോദിക്കും. അതുപോലെ നസം കാ ഷാഹിർ കോൻ ഹെ എന്ന് ചോദിക്കും. വജാഹത്ത് അലി സന്ദൽവിയാണ് ഇതിലെ ഷാഹിർ. देखिए അടുത്തത് നയി ദുനിയ ബനാനെ കെ ലിയെ ഹം ക്യാ കർനാ ചാഹിയെ. ഒരു പുതിയ ലോകം പണിയാൻ, നല്ല സുന്ദരമായിട്ടുള്ള, കവി പറയുന്നത് പോലെ മനോഹരമായിട്ടുള്ള ഒരു ലോകം പണിയാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഇത്തരത്തിലും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് കുറിച്ച് വെക്കണേ. എന്താണ് നഫ്രത്ത് കോ ഹത്തം കർണ ചാഹിയെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വെറുപ്പ്, വിദ്വേഷം, നഫ്രത്ത് കോ ഹത്തം കർണ ചാഹിയെ, നമ്മൾ അതില്ലാതാക്കണം. ഓക്കെ. സബ് സേ മുഹബ്ബത്ത് സേ ബാത്ത് കർണ ചാഹിയെ. എല്ലാവരോടും സബ് സേ എല്ലാവരോടും മുഹബ്ബത്ത് സേ ബാത്ത് കർണ ചാഹിയെ, സ്നേഹത്തോടു കൂടി സംസാരിക്കണം. ബാത്ത് കർണ ചാഹിയെ എന്നാണ്, ഇടപെടണം എന്ന് കവി പറയാണ്. കിസിക്കോ കംസൂർ ന സംജായെ. എന്താണ്? ആരെയും എന്താണ് തരം താഴ്ത്തി കാണരുത്. കിസിക്കോ കംസൂർ ന സമജ്ന ചാഹിയെ, ആരെയും തരം താഴ്ത്തി കാണാതിരിക്കുക. അർ മസ്ഹബ്, എല്ലാ മതത്തെയും, അർ ഇൻസാൻ കി ഹിസ്സത്ത് കർണ ചാഹിയെ, എല്ലാ മതക്കാരെയും, അർ ഇൻസാൻ കി, എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യുക? ഹിസ്സത്ത് കർണ ചാഹിയെ, ബഹുമാനിക്കുക. ഓക്കെ. ദൂസരോं की മദത് കർണ ചാഹിയെ, മറ്റുള്ളവരെ സഹായിക്കുക. ചെറിയ സിമ്പിൾ പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദൂസരോं की മദത് കർണ ചാഹിയെ, മറ്റുള്ളവരെ സഹായിക്കുക. ഐസാ കർണേ സെ, അങ്ങനെ ചെയ്യുന്നതോടുകൊണ്ട് ഹം ഏക് അച്ചി ഔർ ഹുഷ് ഹാലി, എന്താണ് നമുക്കൊരു നല്ല ഹുഷ് ഹാലി, നല്ല എന്താണ് രൂപത്തിൽ മുഹബത്ത് ഭരി, സ്നേഹം നിറഞ്ഞ, സമ്പൽ സമൃദ്ധിയുള്ള ദുനിയ ബനാസക്തിയും, ഒരു ലോകം നമുക്ക് പണിയാൻ കഴിയും. ഓക്കെ. സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ ഇതിലൂടെ രൂപീകരിക്കാൻ കഴിയും. അപ്പോൾ നയി ദുനിയ ബനാനെ കെ ലിയെ ഹം ക്യാ കർണ സക്തേ ഹൈ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റും കൂടി ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എഴുതിയെടുത്ത് പഠിക്കുക. എക്സാമിന് കൂടുതലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്.